ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ നടപടി. പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ബിനോയ്, സർക്കാർ കഴിഞ്ഞ ദിവസം മണ്ണു സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഇന്ന് പൊതുഭരണ വകുപ്പിലേക്കും നടപടി നീങ്ങുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ അഡീഷണൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? അതെ, കഴിഞ്ഞ ദിവസം ലിബിഷ ഇതൊരു വലിയ ചർച്ചയായി മാറിയതിന് തൊട്ട് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കൃഷി വകുപ്പ് തന്നെ ആദ്യഘട്ടത്തിൽ നടപടിയുമായി മുന്നോട്ട് വന്നത്. പ്രത്യേകിച്ചും മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ഉദ്യോഗസ്ഥന്മാർക്കെതിരെയായിരുന്നു നടപടി. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും നടത്തിയ അന്വേഷണത്തിന്റെ അവസാനത്തിൽ ഇപ്പോൾ പൊതുഭരണ വകുപ്പിലെ 6 ഉദ്യോഗസ്ഥർക്കെതിരെ ആണ് സസ്പെൻഷൻ നടപടിയുമായി എത്തിയിരിക്കുന്നത്. അത് പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് സസ്പെൻഷൻ ഓർഡർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇവർക്ക് ലഭിച്ച പൈസയുടെ 18% പിഴയായി കൂടി തിരിച്ചടയ്ക്കണം എന്നുകൂടി റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താനാണ് സാധ്യത. 1458 പേരാണ് ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വലിയ രീതിയിൽ തട്ടിയെടുത്തിരിക്കുന്നത്. ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നു എന്നുള്ളതായിരുന്നു അന്ന് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ഒരു മെല്ലപ്പോക്കായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിരുന്നു. മുഖ്യമന്ത്രി പൊതുവേദിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പൈസ തട്ടിയവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ രണ്ടാഴ്ച പിന്നിട്ടപ്പോഴാണ് ഇപ്പോൾ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. കാരണം ഇതിൽ നിലവിൽ പൊതുഭരണ വകുപ്പിലെ നടപടിക്ക് വിധേയരായിരിക്കുന്ന 6 പേരും താൽക്കാലിക സ്വീപ്പർമാരാണ്. ഇവർ നേരത്തെ സാമൂഹ്യക്ഷേമം പെൻഷൻ കൈപ്പറ്റിയിരുന്നവർ. അത് ജോലിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അത് ഒഴിവാക്കാൻ തയ്യാറായില്ല. പെൻഷൻ തുക സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തെറ്റ് ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ 6 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ധനവകുപ്പിന്റെ തീരുമാനം. അത്തരത്തിൽ ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അതേപടി പാലിച്ചുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പാലിക്കുമെന്ന് നേരത്തെ കൃഷി വകുപ്പും ഒപ്പം തൊട്ടു പിന്നാലെ ഇപ്പോൾ പൊതുഭരണ വകുപ്പും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കൂടുതൽ പേരിലേക്ക് നടപടികൾ എത്തിച്ചേരും. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലായി ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേർ വിദ്യാഭ്യാസ വകുപ്പിലാണെന്നാണ് കണ്ടെത്തൽ. ലിബീഷ്, ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി ഘടിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ്.